കേരള സ്റ്റോറി 2 പുറത്തിറങ്ങാൻ പോകുന്നു. അതോടനുബന്ധിച്ചിറക്കിയ ടീസറുണ്ട്. ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗം. അതാണ് ആദ്യത്തെ ടീസറായി പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് സിനിമ ഉദ്ദേശിക്കുന്നത് എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. മലയാളികളെ, കേരളത്തെ അപമാനിക്കുന്ന തരത്തിലാണ് സിനിമയുടെ കഥ എന്ന് എല്ലാവർക്കും ഇപ്പോഴേ അറിയാം. നേരത്തെയും നാം അത് കണ്ടതാണ് കേരള സ്റ്റോറി 1. സ്വാഭാവികമായും കേരളത്തിൽ അത് രാഷ്ട്രീയ ചർച്ചയാകുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷനോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സിനിമയെ അനുകൂലിച്ച് രംഗത്ത് വന്നു. സ്വാഭാവികമാണ്. എന്നാൽ സിനിമയെ പൂർണ്ണമായും എതിർത്തുകൊണ്ട് ആദ്യം പുറത്തു വന്ന ടീസർ ബീഫ് കഴിപ്പിക്കുന്നത് ആയതുകൊണ്ട് അത് ചർച്ചയായി മാറ്റാൻ തന്നെ SFI തീരുമാനിച്ചു. SFI ക്യാമ്പസുകളിൽ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും തുടക്കം തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിലായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്വാഭാവികമായും കേരളത്തെ സ്നേഹിക്കുന്നവർ, കേരളത്തോടൊപ്പം നിൽക്കുന്നവർ, ഫാസിസത്തിന് എതിരെ പോരാടുന്നവർ എന്ന് പറയുന്നവർ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയവും കൂടിയാണ്. SFI സമരത്തിന് നല്ല പിന്തുണ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് മറ്റൊരു ശബ്ദം. ആരുടേതാണ്? MSF നേതാവിൻ്റെ. മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ MSFിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK ജനാഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് തെറ്റാണ്, ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തും, എൻ്റെ മതം നിന്റെയും മതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. SFI നടത്തുന്ന ബീഫ് ഫെസ്റ്റ് ഫാസിസത്തിനെതിരെ, കേരള സ്റ്റോറിക്കെതിരെ, കേരളത്തെ തന്നെ മൊത്തത്തിൽ അപമാനിക്കുന്നതിനെതിരെ ഒരു മതവിഭാഗത്തെ മാറ്റി നിർത്തുകയും ആ മതവിഭാഗത്തിന് എതിരെ വിദ്വേഷ പ്രചാരണം നടത്തുകയും ചെയ്യുന്ന സിനിമയ്ക്കെതിരെ വലിയ സമരം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരേണ്ടിയിരുന്ന MSF അതിനെതിരെ രംഗത്ത് വരുന്നു. അത് സ്വാഭാവികമായും ചർച്ചയായി. അപ്പോഴാണ് മറ്റൊരു ശബ്ദവും കൂടി കേൾക്കുന്നത്. അത് KP ശശികലയുടേതാണ്. KP ശശികല MSF നേതാവിന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തുന്നു. MSFിന്റെ നേതാവ് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തും ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഇതാണ് KP ശ്രീകല പറയുന്നത്. ഇത് അപകടകരമായ ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ ബീഫ് ഫെസ്റ്റിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത്. ആരുടെ ഭാഗത്ത് നിന്ന്? മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവിൽ നിന്ന്, അതോടൊപ്പം തന്നെ ഹിന്ദുക്കളുടെ അട്ടിപ്പറ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറയുന്ന KP ശശികലയുടെ ഭാഗത്ത് നിന്നും. നേരത്തെ ആരാണ് രംഗത്ത് വന്നത്? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ. എന്ന് വെച്ചാൽ കേരളത്തിൽ അപകടകരമായ ഒരു കൂട്ടുകെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. അവിടെ മുസ്ലിം ലീഗുണ്ട്, MSF ഉണ്ട്, KP ശശികലയുണ്ട്. എന്ന് വെച്ചാൽ ഹിന്ദു ഐക്യവേദി, സംഘപരിവാർ സംഘടനകളുണ്ട്, അതോടൊപ്പം BJPയുമുണ്ട്. ആരെയാണ് എതിർക്കുന്നത്? ലെഫ്റ്റിനെ, ഇടതുപക്ഷത്തെ, CPIMനെ. ഇവരുടെ എല്ലാം മുഖ്യ ശത്രു CPIM ആയി മാറുന്നു എന്നതാണ്. കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ നിലപാടെടുക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. അതിലും വിഷം കലർത്താൻ ശ്രമിക്കുന്ന കൊടും വിഷങ്ങളായി മാറുകയാണ് ഇവർ. ഒരേ തൂവൽ പക്ഷികൾ എന്ന് വേണമെങ്കിൽ പറയാം. മുസ്ലിം ലീഗിനെയും BJPയെയും സംഘപരിവാർ സംഘടനകളെയും. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി വരാത്തത് എന്ന ചോദ്യം മാത്രമേ ഉയർന്നിരുന്നുള്ളൂ. എന്തോ അവർ ഇതുവരെയും ഇത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവരും ഇതേ നിലപാട് സ്വീകരിച്ച് SFIക്കെതിരെ വരാനാണ് സാധ്യത, അവരുടെ ഇന്നത്തെ നിലപാട് വെച്ച് നോക്കുമ്പോൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. കേരളത്തിൻ്റെ ഈ പുതിയ കൂട്ടുകെട്ട് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്നത് കേരളത്തെ മതപരമായി ഭിന്നിപ്പിക്കണം, മതപരമായി ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. കേരളം ഇതുപോലെ നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആവശ്യവും അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് മലയാളികളുടെ ആവശ്യമാണ്. മാത്രമല്ല കേരളത്തിൻ്റെ പൊതു ആവശ്യവും കൂടിയാണ്.